ോടുകൂടി മാസപ്പടി കേസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വ്യക്തമായിരിക്കുകയാണ്. ശശിധരൻ കർത്ത പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിൽ നൽകിയിട്ടുള്ള പണമാണ്, അതല്ലാതെ വീണ വിജയൻ നൽകിയിട്ടുള്ള ഒരു സേവനത്തിൻ്റെയും പേരിലല്ല മാസം തോറും കരിമണൽ കമ്പനി വീണയുടെ അക്കൗണ്ടിലേക്ക് പണം നൽകിയിട്ടുള്ളത് എന്നാണ്. ഇനി ശ്രീമാൻ പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ മാസം തോറും ലഭിച്ചുകൊണ്ടിരുന്ന ഈ പണത്തിന് പകരമായിട്ട്, അതിന് പ്രത്യുപകാരമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള എന്തൊക്കെ വഴിവിട്ട കാര്യങ്ങളാണ് കരിമണൽ കമ്പനിക്ക് വേണ്ടിയും കരിമണൽ കമ്പനിയിൽ നിന്ന് ശ്രീ ശശിധരൻ കർത്ത നൽകിയിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ട്, പണത്തിന് പകരമായിട്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് നൽകിയിട്ടുള്ളത് എന്നാണ്. 2024 നൽകിയ മൊഴിയാണ്, ഇഡിക്ക് നൽകിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, 2024 തൊട്ട് 26 വരെ നിയമസഭയിൽ ശ്രീമാൻ പിണറായി വിജയൻ പലതവണ ആണയിട്ട് പറഞ്ഞതാണ്, എൻ്റെ മകൾ നടത്തുന്ന കമ്പനി, ആ കമ്പനി ഏതെങ്കിലും ഒരു വ്യവസായിയുമായിട്ട് എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഔദ്യോഗിക കാര്യമാണ്. അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ, ആ പ്രസ്താവനകളാണ് നിയമസഭയുടെ വേദിയടക്കം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രീമാൻ പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. വാസ്തവത്തിൽ സഭയുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന നടപടിയാണ് അന്നത്തെ മുഖ്യമന്ത്രി നടത്തിയത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ പിണറായി വിജയന് ഒരവകാശവും ഇനിയില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളോട് മാപ്പപേക്ഷിക്കണം. ഇതോടൊപ്പം മാസപ്പടി കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയതിനെ കുറിച്ചിട്ടുള്ള തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഇതുപോലെ മറ്റെവിടെ നിന്നൊക്കെ ഈ തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം, ആ സമഗ്രമായിട്ടുള്ള അന്വേഷണവും നടക്കേണ്ടതുണ്ട് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടാനുണ്ട്. കഴിഞ്ഞല്ലോ.